ഹലോ മക്കളെ, ഞാനും എൻ്റെ മമ്മിയെ കൂടെ ഇന്നൊരു മന്ത്ലി ചെക്കപ്പിന് ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ എൻ്റെ മമ്മി. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയായിരുന്നു. ഞങ്ങൾ ലൂർദ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. വർഷങ്ങളായിട്ട് മമ്മി അവിടെ തന്നെയാണ് കാണിക്കുന്നത്. മമ്മിക്ക് ഇത്രയും മരുന്നുണ്ടായിരുന്നു. മമ്മിക്ക് എന്തിനാണ് ഇത്രയും മരുന്നെന്ന് എനിക്കറിയത്തില്ല. മമ്മി ഇതൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഫ്രണ്ടിൽ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ദിലീപേട്ടനാണ്. ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ബോസേട്ടൻ്റെ വീട്ടിലൂണെന്ന് പറഞ്ഞ ഒരു വീട്ടിലുള്ള ഒരു സെറ്റപ്പാണ്. അടിപൊളി ഫുഡാണ്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ചെന്നപാടെ മമ്മി ആ പത്രമൊക്കെ എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മമ്മി പത്രം വായിക്കുന്നത് കാണുന്നത്. എനിക്കറിയത്തില്ല, പത്രം വായിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ബോറടിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കുശലം പറച്ചിലും കേട്ട് അവർ രണ്ടുപേരും കളിയാക്കി അങ്ങനെ ഇരുന്നു. ഫുഡ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് കാത്തിരുന്നു. പക്ഷെ ബോത്താണ് മക്കളെ, ബോത്താണ്. അങ്ങനെ ഫുഡ് വരുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് വരുമ്പോൾ തന്നെ അതിലോട്ട് ചാടി വീഴരുത്, എനിക്ക് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നു. ഇതാണ് നമ്മുടെ സ്വന്തം ബോസേട്ടൻ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ പുള്ളിക്ക്. അങ്ങനെ പുള്ളിയോടെ ഒരേ മോരും സാമ്പാറൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അറ്റാക്ക് തുടങ്ങി. മമ്മി ഒരു സൈഡിൽ നിന്നേ അങ്ങ് തുടങ്ങി. ദിലീപേട്ടൻ പിന്നെ നടുക്കൊരു കുളം കുഴിച്ചിട്ട് അതിലോട്ട് ചാറൊഴിച്ചിട്ടായിരുന്നു. ചോറും മീൻ പൊരിച്ചതും അച്ചാറും മത്തങ്ങ എരിശ്ശേരിയും കോവക്ക വിഴുക്ക് വരട്ടിയും കക്കയിറച്ചിയും ചെമ്മീൻ പീരയിട്ടതും മീൻ ചാറൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഊണായിരുന്നേ. ഇതാണ് നമ്മുടെ ബോസേട്ടനും ബോസേട്ടൻ്റെ സ്വന്തം പൊണ്ടാട്ടിയും. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.